താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ. അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും. പുണർദം, പൂയം, ആയില്യം നക്ഷത്രജാതരുടെ ഇഷ്ടദൈവം, അമ്പലത്തിൽ പോകേണ്ടതും കഴിപ്പിക്കേണ്ട വഴിപാടും. പുണർദം നക്ഷത്രക്കാരുടെ ഇഷ്ടദൈവം ശ്രീകൃഷ്ണനാണ്. മഹാവിഷ്ണുവിനെയും പാർവതി അഥവാ ദുർഗാ ഭഗവതിയെയും ആരാധിക്കാം. വ്യാഴാഴ്ച, ഏകാദശി തുടങ്ങിയ ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമം ജപവും ദുരിതം കുറയ്ക്കാൻ സഹായിക്കും. പുണർദം, വിശാഖം, പൂരുരുട്ടാതി നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് സത്ഫലങ്ങൾ നൽകും. വ്യാഴാഴ്ചയും പുണർദവും ഒന്നിച്ചു വരുന്ന ദിവസം പ്രധാനമാണ്. ചൊവ്വ, വെള്ളി, പൗർണമി ദിവസങ്ങളിലെ ദേവീക്ഷേത്ര ദർശനവും ഉത്തമ ഫലം നൽകും. പൂയം നക്ഷത്രക്കാരുടെ ഇഷ്ടദൈവം മഹാവിഷ്ണു അഥവാ ശ്രീകൃഷ്ണനാണ്. ശനിയാഴ്ച വ്രതവും ശാസ്താഭജനവും ദുർഗാപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും നേട്ടമുണ്ടാക്കും. ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നതും ഗുണകരമാണ്. പൂയവും ശനിയാഴ്ചയും ഒന്നിച്ചു വരുന്ന ദിവസം ധർമ്മശാസ്താവിന് എള്ളുപായസം വഴിപാട് നടത്തുന്നതും ശനീശ്വര പൂജ ചെയ്യുന്നതും ദുരിതങ്ങൾ കുറയ്ക്കും. വ്യാഴം, ഏകാദശി ദിവസങ്ങളിലെ വിഷ്ണു ക്ഷേത്ര ദർശനവും പ്രധാനം. ചൊവ്വ, വെള്ളി, പൗർണമി ദിവസങ്ങളിൽ ദുർഗ അഥവാ ഭഗവതി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കും. ആയില്യം നക്ഷത്രക്കാർക്ക് നാഗങ്ങളാണ് ഇഷ്ടദൈവം. ശ്രീകൃഷ്ണനെയും ശിവനെയും ദുർഗാ ഭഗവതിയെയും ആരാധിക്കുന്നതും ഉത്തമമാണ്. നാഗരാജാവായ അനന്തൻ, വാസുകി സന്നിധികളിൽ ദർശനം നടത്തുക. ആയില്യവും ബുധനാഴ്ചയും ഒന്നിച്ചു വരുന്ന ദിവസങ്ങളും ആയില്യം, രേവതി നക്ഷത്രങ്ങളും നാഗരാജാ ക്ഷേത്രങ്ങളിൽ ദർശനവും പ്രാർത്ഥനയും അതിവിശേഷമാണ്. രാശ്യാധിപനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അതിനുവേണ്ടി ദുർഗ അഥവാ ഭഗവതി ക്ഷേത്രങ്ങളിൽ ചൊവ്വ, വെള്ളി, പൗർണമി ദിവസങ്ങളിൽ ദർശനം നടത്താം. വ്യാഴാഴ്ച, ഏകാദശി, അഷ്ടമി, രോഹിണി ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലും ഞായർ, തിങ്കൾ, പ്രദോഷശനി, ശിവരാത്രി ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുന്നത് ഉത്തമം. താംബൂലത്തിൽ അഭിലാഷ് പറയേരി. ഭക്തിയാണ് ശക്തി. താംബൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ? അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത്. ബെൽബട്ടൺ അമർത്തു. എല്ലാം ആദ്യം അറിയാം. ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ.